വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചില അനാവശ്യമായ ആചാരങ്ങൾ ഹൈന്ദവ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് മരണവുമായി ബന്ധപ്പെട്ട് ഒരു അപമൃതി നടന്നാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അപമൃതി നടന്നാൽ ശ്രാദ്ധകർമ്മം അനുഷ്ഠിക്കാമോ? അപമൃതി നടന്നാൽ വായ്ക്കേരി ഇടാമോ? അപമൃതി നടന്നാൽ അയാൾക്ക് ചെയ്യേണ്ട സഞ്ചാനാദി കർമ്മങ്ങൾ ചെയ്യാമോ എന്നൊക്കെ ഒരു സംശയമൊക്കെ ഒരുപാട് ആൾക്കാരിലുണ്ട്. ഒരുപാട് തെറ്റായ പ്രവണതയും ഇതിലുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മറുപടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വിഷയത്തിലേക്ക് കിടക്കാം. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ, ബലിയിടാൻ അർഹതപ്പെട്ടവർ ചെയ്യേണ്ട കാര്യം ബലിയിടണം, മരണാന്തര കർമ്മങ്ങൾ ചെയ്യണം. മരിച്ച ആ ദിവസം സമുദായ ആചാരം, ഓരോ സമുദായത്തിനും ഓരോ ആചാരങ്ങൾ കാണും. ആ സമുദായത്തിൽപ്പെട്ട പുരോഹിതന്മാർ അല്ലെങ്കിൽ മുതിർന്നവർ, അതിന് യോഗ്യപ്പെട്ടവർ, കഴിവുള്ളവർ, അവരെ കൊണ്ടുവന്ന് ആ മരണപ്പെട്ട വ്യക്തിയുടെ ബോഡി ആചാരപൂർവ്വം തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ ആചാരം, നിങ്ങളുടെ സമുദായത്തിൻ്റെ ആചാരപ്രകാരം തന്നെ ദഹിപ്പിക്കണം. ഇനി അത് അല്ലാതെ ഹിന്ദുക്കളിൽ ദഹിപ്പിക്കുക എന്നുള്ള ഏറ്റവും നല്ല കാര്യം, ദഹിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് ആചാരപ്രകാരം തന്നെ ചെയ്യണം. അന്ന് ചെയ്യേണ്ട സാധാരണ ഒരു മരണം നാൾ എന്ത് ചെയ്യുന്നു അതെല്ലാം തന്നെ അപമൃതിയാണെങ്കിലും ദുർമൃതിയാണെങ്കിലും അവർക്കത് ചെയ്തിരിക്കണം. അത് സഞ്ചയനാദി കർമ്മങ്ങൾ ചെയ്യണം. കുളി അടിയന്തരം 13-ൻ്റെ അന്നോ 12-ൻ്റെ അന്നോ 16-ൻ്റെ അന്നോ ഒക്കെ കുളി അടിയന്തരം ചെയ്യും. അതും തീർച്ചയായിട്ടും വേണ്ടപ്പെട്ടവർ ചെയ്തിരിക്കണം. അല്ലാതെ അപമൃതിയാണ് എന്ന് വെച്ചിട്ട് അതൊന്നും ചെയ്യാതിരിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപമൃതി നടന്ന ആളിന് സംസ്കാര കർമ്മങ്ങളൊന്നും ചെയ്തുകൂടാ, സഞ്ചാനം ചെയ്തുകൂടാ, 16 കുളി അടിയന്തരം ചെയ്തുകൂടാ, 13 കുളി അടിയന്തരം ചെയ്തുകൂടാ എന്നുള്ള ഒരു ധാരണ തെറ്റാണ്. കാരണം അപമൃതിയായ ആളിന് അവരുടെ ഒരു മോക്ഷം കിട്ടണമെങ്കിൽ വേണ്ടപ്പെട്ടവർ, അവർക്കൊരു മുക്തി ലഭിക്കണമെങ്കിൽ വേണ്ടപ്പെട്ടവർ അവരുടെ മരണാന്തര ചടങ്ങ് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ കുടുംബത്തിന് തന്നെ അത് ദോഷമായിട്ട് വരും. ഇത് ചെയ്യാൻ പാടില്ല എന്ന് സംഘടനയോ സമുദായമോ ഒക്കെ പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകും. സമുദായവും സംഘടനയൊക്കെ പിന്നെ കാണത്തില്ല. ഈ പറഞ്ഞ മരിച്ചുപോയ ആളിൻ്റെ മുക്തിയും മോക്ഷത്തിനും നിങ്ങൾ കുടുംബക്കാർ തന്നെയാണ് ഉത്തരവാദി. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പോരായ്മ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളുടെ വരും തലമുറയ്ക്ക് തന്നെയാണ്. നിങ്ങളുടെ വരും തലമുറയ്ക്ക് തന്നെയാണ് എൻ്റെ ദോഷം. കൃത്യമായിട്ട് മരിച്ചാൽ അത് അപമൃതിയാണെങ്കിലും നല്ല രീതിയിൽ പ്രായമെത്തി ആഗ്രഹം തീർന്നു മരിച്ചതാണെങ്കിലും അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ, സംസ്കാരം മുതൽ, അത് ശവസംസ്കാരം മുതൽ സഞ്ചാനാദി കർമ്മങ്ങൾ 13-ൻ്റെ അന്നോ അല്ലെങ്കിൽ 16-ൻ്റെ അന്നോ ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. വേണ്ടപ്പെട്ട ശുഷ്കാന്തിയോടെ ചെയ്യണം. അതിന് മറ്റുള്ളവരുടെ അഭിപ്രായം വന്നാൽ അവർ അഭിപ്രായം പറയാൻ മാത്രമേ ഉള്ളൂ. അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ഗുണവും ദോഷവും. തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ ചെയ്യണം. മരണാചരണം ചെയ്യണം. അത് കുടുംബത്തിനും കുടുംബത്തിലെ പിതൃക്കളുടെ അനുഗ്രഹത്തിനും ഒക്കെ ഗുണമായിട്ടാണ് വരുന്നത്. പിതൃക്കളുടെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ വരുന്ന തലമുറയ്ക്ക് പോലും ഉയർച്ചയുള്ളൂ. വരുന്ന തലമുറയുടെ ഉയർച്ചയും ഗുണവുമല്ല പിതൃക്കളുടെ ഗുണത്തിലും പിതൃക്കളുടെ പ്രീതിയിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അവർക്കല്ല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.